ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടില്ല. ചേട്ടൻ്റെ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ നോക്ക്. നിങ്ങളോടല്ലേ പറഞ്ഞ മാറിക്കാൻ. കാലത്ത് തന്നെ ഓരോരുത്തർ വലിഞ്ഞേറി വന്നോളൂ. ഇവിടെ ടോക്കൺ ഉള്ളവർക്ക് തന്നെ തികയണില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? ടോക്കൺ ഇല്ല ഉണ്ണിയേട്ടാ, ആരുടെക്ക് കൂടെ വന്നിട്ടുള്ളതാ. ഇന്നാണെങ്കിൽ കണക്കിന് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫുഡ് ഇത്തിരി ഷോർട്ടാ. മോളുടെ കൂടെ വന്നതാ. രാവിലെ ഒന്നും കിട്ടിയില്ല. മോളോട് ഞാൻ കഴിച്ചു എന്നാ പറഞ്ഞേ. ഇല്ലെന്നറിഞ്ഞാ അവക്ക് വിഷമാവും. സാറേ, എന്റെ മോളാ. എന്താ പേര്? മഞ്ജു. അഭിനയിച്ച് പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിൽ നിന്ന ദിവസം 150 രൂപ കിട്ടും. എനിക്ക് വയ്യ. കുട്ടിയുടെ അമ്മയാണെങ്കിൽ കിടപ്പില്ല. താഴെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. ഇങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ കഴിഞ്ഞു പോണത്. BA വരെ പഠിച്ച കുട്ടിയാ. കല്ലും മണ്ണും ചോക്കാൻ പറഞ്ഞു വയ്ക്കാൻ പറ്റുമോ? അടുത്ത് തന്നെ എന്റെ സിനിമയുണ്ടാവും. ഞാൻ സ്വതന്ത്ര സംവിധാനം എന്ന സിനിമ വരികയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വേഷം തരാം. ഇതിനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും. വലിയ ഉപകാരം മോനെ. ഞങ്ങൾ വരാം. ഗുഡ് മോർണിംഗ് സാർ. അവിടെ മാറ്റിയിട്ടേക്ക്. അതെ, നാളെ 8 മണിക്ക് നമ്മുടെ ഉണ്ണിയുടെ പടത്തിന്റെ സ്വിച്ച് ഓൺ. ആരാ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്നോ? അതെന്തു ചോദ്യാടോ? അത് നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാല് തന്നെയാ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാലോ. ഓ, അതിനെന്താ സാറേ. ഓ, നമസ്കാരമുണ്ട്. സാറിന്റെ എത്രാമത്തെ പടം ഇത്? പടം കൊറേ ആയി. ആരിതൊക്കെ എണ്ണുന്നു. നാളെ ആർട്ടിസ്റ്റ് ഉണ്ടാവും. അത് ഡയറക്ടർ ആണെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ടാവും. അവനോട് പോയി ചോദിക്കും. അപ്പൊ ലൊക്കേഷൻ? അത് കൺട്രോളർ എന്നും പറഞ്ഞ് 3-4 ഫോണുമായിട്ട് ഒരുത്തൻ താഴെ ഉണ്ടാവും. അവനോട് ചോദിക്ക്. ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല. ആടോ. അയ്യടെ, പിന്നെ ഇയാൾക്ക് എന്ത് മാങ്ങാത്തൊലി അറിയാം? ഇതൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ എന്താന്ന് വെച്ച് ആലോചിച്ചിട്ട് ചെയ്യ്. ശരി. നോക്കി നോക്കി. അതെ ഉണ്ണിയാ. പതുക്കെ കയറണം. ഞാൻ റിസപ്ഷനിലുണ്ട്. ഒരു 10-15 ജൂനിയർ ആർട്ടിസ്റ്റ് മതിയാവും. ദേ ഉണ്ണി സാർ. ലൊക്കേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഉണ്ണി സാറേ. ആയിക്കോട്ടെ, ശരി, ഞാൻ വിളിച്ചോളാം. എങ്ങനെ വന്നത്? 2:30 ട്രെയിൻ കിട്ടി. നിങ്ങൾക്ക് കൈരളി ഹോട്ടലിലെ റൂം പറഞ്ഞിരിക്കുന്നു. അവിടെ മാനേജർ സാറേ, ഈ കുട്ടിയോട് പ്രൊഡ്യൂസർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് റൂം വരെ പോയിട്ട് നടക്കാൻ. ചേട്ടൻ ഇരുന്നോളൂ, ഞാൻ കൂടെ പോയിട്ട്. സാറേ, ഉണ്ണി, ഏത് വേഷമായി കുട്ടി ചെയ്യണത്? ഗായത്രിയുടെ. ഓ, അച്യുതൻകുട്ടിയുടെ മോളുടെ. ഏത് അച്യുതൻകുട്ടി? അല്ല, രാമൻകുട്ടിയുടെ മോളുടെ. രാമൻകുട്ടി അച്യുതൻകുട്ടി ഒന്നുമല്ല സാറേ, കൃഷി ഓഫീസർ ഗായത്രിയുടെ റോള്. ഓ, അതെന്തെങ്കിലും ആവട്ടെ. ഉണ്ണി ചെല്ലേ. ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി സംസാരിക്കട്ടെ. ചെല്ലേ. അല്ല, അവര് യാത്ര ക്ഷീണിച്ചു വന്നിരിക്കുക. നാളെ രാവിലെ വന്നിട്ട് കണ്ടോളൂ. എടോ, ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ ചെല്ലേ. ചെല്ലടോ. കുട്ടി ഇരിക്കൂ, പ്ലീസ്. ഇരിക്കുന്നേ, പ്ലീസ്. പേടിക്കൊന്നും വേണ്ട. അയ്യോ, എന്താ എന്തിനങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെയൊക്കെ എങ്ങനെയൊരു നടിയാവാ? ഉണ്ണി, താൻ പോയിട്ട് നാളത്തെ കാര്യങ്ങൾ നോക്ക്. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ കുട്ടി എടോ, ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. നീ പോയിട്ട് ഡയറക്ടറെ പണി നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്. സാർ, എനിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ കുട്ടി വന്നത്. എടോ ഉണ്ണി,
തന്നോട് ഞാൻ വീണ്ടും പറയാ, നാളെ തന്റെ പടം തുടങ്ങാൻ പോവാ. തനിക്ക് ഡയറക്ടർ ആവണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോകും. സംവിധായകൻ എന്ന് പറയുന്ന ആളുടെ ജോലി സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ ചില സംവിധാനങ്ങൾ കൂടി ചെയ്ത് തരണം. എന്നാലേ ഒരു ഭാവി ഉണ്ടാവും. നിന്റെ പടവും വേണ്ട മണ്ണാങ്കട്ട വേണം പുല്ല്. ഉണ്ണിയേട്ടന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തൊരു ദിവസമായിരുന്നു അത്. അന്ന് അയാൾ എന്റെ കൈപിടിച്ച് നടന്നു കയറിയത് ഒരു പുതിയ ജീവിതത്തിലേക്കായിരുന്നു. സിനിമയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെറു സമ്പാദ്യം, തറവാട്ടിൽ നിന്നുള്ള സ്വന്തം ഭാഗം വിറ്റ പണം എല്ലായിടത്ത് അച്ഛൻ്റെ കടങ്ങൾ വീട്ടി എൻ്റെ അമ്മയുടെ ചികിത്സ നടത്തി. അനിയത്തി മാളുവിൻ്റെ വിവാഹം ഭംഗിയായി നടത്തിയതും ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു. പാതി വഴിയിൽ മുടങ്ങിപ്പോയ എൻ്റെ പഠനം വീണ്ടും തുടങ്ങാനും ഈ ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു കാരണം. എന്നെ നിർബന്ധിച്ച് അമ്മയ്ക്ക് ചേർത്തു. അന്നെൻ്റെ മാനം കാക്കാൻ ഉണ്ണിയേട്ടൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം സ്വപ്നങ്ങളായിരുന്നു. പിന്നീട് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചപ്പോൾ നഷ്ടപ്പെട്ട സ്വന്തം സമ്പത്തും. ഇന്ന് നിങ്ങളുടെ ഒപ്പം ഈ ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗത്തിലേക്ക് എന്നെ എത്തിച്ചത് ഉണ്ണിയേട്ടൻ്റെ കഠിനമായ പ്രയത്നങ്ങളാണ്. അതാ എൻ്റെ ഉണ്ണിയേട്ടൻ. ആ ഉണ്ണിയേട്ടനാ ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു പോകുന്നത്. എന്താ ഉണ്ണി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ? ശരി. ആ ദേ ഇതും കൂടെ അങ്ങോട്ട് വെച്ചു. ഇത്തിരി മീനച്ചാറാ, ജമീലാടെ സ്പെഷ്യല്. വെജാണോ നോൺ വെജാണോ? ചെമ്മീൻ. ആ അപ്പൊ വെജാ. ടീച്ചറേ, ഓരോ സുലൈമാനി ഇങ്ങോട്ട് പോന്നോട്ടെ. കടിക്കാനും എന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മ വഴക്കു പറയണോണ്ടാ അച്ഛൻ പോണത്. വെയിറ്റ് കൂടോ? ഏയ്, ഒരാൾക്ക് 40 കിലോ വരെ കൊണ്ടുപോവാ. അതിന് ഉണ്ണിയേട്ടൻ തന്നെ 60 കിലോ. അത് ലഗേജ് അല്ലേ? ഉണ്ണിയേ, നീ ദുബായി ചെല്ലുമ്പോ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ബർഷാപ്പ് വരെ സമയം കിട്ടുമ്പോ ഒന്ന് പോണം. നമ്മുടെ ചങ്ങായിമാർ ആരെങ്കിലും അവിടെ കാണും. നമ്മുടെ മുബീന ഹോട്ടലിന് മുമ്പിൽ കൂടെ നേരെ ചെല്ലുമ്പോ കാണുന്ന ആദ്യത്തെ വളവ്, അതിന്റെ മുമ്പിലേ ഒരു ഈന്തപ്പനയുടെ ഷെഡും ഉണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പാ. 20 വർഷം മുമ്പ് ജോലി ചെയ്ത വർക്ക്ഷോപ്പ്. കൂട്ടുകാരെ അവിടെ തന്നെ കാണും. ഷെഡ് എന്തായാലും അവിടെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഈന്തപ്പനയുടെ ആയതുകൊണ്ട്. അവിടെ നിന്ന് പോന്നപ്പോ ആ ഷെഡിന്റെ പുറത്ത് ഒരു ചുമന്ന തോർത്തിട്ടിട്ട് പോരായിരുന്നു. അതെന്തിനാണ്? അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? ചായ വന്ന് അല്ലാ, പറയാൻ പറഞ്ഞു പഞ്ചസാര ഇടണ്ടെന്ന്. 1 മാസമായിട്ട് പഞ്ചസാര നിർത്തിയിരിക്ക. ഒരു മുൻകരുതല് വേണമെങ്കിൽ വേറെ എടുക്കാം. ഏയ്, ഇടയ്ക്കൊക്കെ ആവാന്ന്. ബാബുക്ക, മഞ്ജു മോനും ഇനി ഇവിടെ തനിച്ച. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ഉണ്ണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉണ്ണിയേട്ടാ, പോയ പിന്നെ ഇനി എന്നാ കാണുക? ലീവ് കിട്ടാൻ 2 വർഷമില്ലാവൂലേ? പറ്റിയ ഞങ്ങളും വരാടാ അങ്ങോട്ട്. നീ ഇല്ലാത്ത സിനിമ, എന്തൊറ്റപ്പാലം. ഷാജിയുടെ വണ്ടി പുലർച്ചെ 3 മണിക്ക് വരും. ഞങ്ങള് വായനശാലയുടെ മുമ്പിൽ നിന്നാ പോരെ? ഓ മതി. ഈ പുസ്തകം കബീർ മാഷിന്റെ വായിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് മാഷിന്റെ കടയിലൊന്നും കൊടുത്തേക്ക്. ഇത് കണ്ണൂരിലെ
രവി സാറ് വായിച്ചു നോക്കാൻ വേണ്ടി തന്ന സ്ക്രിപ്റ്റാ. വിവരം ഞാൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ആള് വരും, തിരിച്ചു കൊടുത്ത്. അപ്പോൾ മെഡ്രാസിലെ ചൂടത്ത് ഊട്ടിയിലെ തണുപ്പത്തൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി അല്ലേ? പോയാലും പിന്നെ ലീവിന് വന്നിട്ടൊക്കെ നോക്കാമല്ലോ. അല്ലെങ്കിൽ സിനിമ അതൊക്കെ ഒരുപാട് അകലത്തിലുള്ളൊരു സ്വപ്നം. നമുക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്തത്രക്കകലെ. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സ്വപ്നം കാണുന്നതാ നമ്മുടെ കുഴപ്പം. എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ. മഞ്ജു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടങ്ങ് പോവാൻ നിക്ക. ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം സിനിമ എന്ന് പറഞ്ഞ് നടന്നത്? സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചത്? നിങ്ങളുടെ വഴി സിനിമയല്ലേ, അത് കളഞ്ഞിട്ട് കണ്ടു വഴിക്ക് പോവാ. ഞാൻ കളിയാക്കിയതും ചീത്ത പറഞ്ഞതും ഒക്കെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ ഉണ്ണിയേട്ടൻ സിനിമ വിട്ടിട്ട് പോവാൻ വേണ്ടിട്ടല്ല. ഉണ്ണിയേട്ടനിടുന്ന് പോരുത്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനുണ്ട് ഉണ്ണിയേട്ട കൂടെ. എനിക്ക് വീടല്ല വേണ്ടത്, ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ല. സിനിമ, ഉണ്ണിയേട്ടന്റെ സിനിമ. അന്ന് എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആ സിനിമ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ ദാ എത്തിയിട്ടോ വാനരപ്പട. കളിയാക്കണ്ടടി, അതാടി സുഹൃത്ത് ബന്ധം. വാ വാ, രാവിലെ തന്നെ വെള്ളോടിയാ. എവിടേക്കാ അത്? കൈവിട്ടുപോയ ഞങ്ങളുടെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയത്. പണ്ട് രാട്ടിനെ കൈവിട്ടുപോയ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയപ്പോ എന്താ ചെയ്യുന്നറിയാവോ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുട്ട മട്ടൻ വെട്ടി മട്ടൻ ബിരിയാണി ചാപ്സും വെച്ച് സദ്യ നടത്തി. മുട്ടനൊന്നുമില്ലെങ്കിൽ ഒരു കട്ടനെങ്കിലും തട്ടിച്ചറേ. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ അവളെ കുറിച്ച് ഓർത്തിട്ടാ. മഞ്ജു, എന്നിലും അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പിന്നെ കണ്ണൻ, എന്റെ തോൽവി അവരെ കൂടി വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മുൻപത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെട്ടതുപോലെ. അച്ഛാ, വീട്ടിലൊരാള് വന്നിട്ടുണ്ട്. ആരാ മോനെ? ആരാന്നറിയില്ല. ഞാൻ പോരാ. കേക്ക് സാർ. അയ്യോ, സാറെന്താ ഇവിടെ? ഒന്ന് വിളിച്ചിരുന്നത് ഞാനും കൂടെ ഒന്ന് കാണുമായിരുന്നല്ലോ. അതിനെന്താണോ ഞാൻ തന്റെ വീട്ടിലേക്ക് വന്ന? താൻ ഡയറക്ടർ അല്ലേ? നമ്മൾ പഴയ പ്രൊഡ്യൂസർ. ഞാനതിന് ഡയറക്ടർ ആയിട്ടില്ലല്ലോ സാറേ. സാർ ഡയറക്ടർ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറ്, എടോ, തന്നെ ഒരു ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. തനിക്കറിയാവല്ലോ, എന്റെ അച്ഛൻ മലയാള സിനിമയിലെ ആദ്യകാല നിർമ്മാതാക്കളിൽ ഒരാളാണ്. അച്ഛന്റെ കാലശേഷം വലിയ തെറ്റില്ലാതെ ഞാനത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി എൻ്റെ സിനിമകൾ ഓരോന്നായി പൊളിഞ്ഞു. അതെല്ലാം പേരുള്ള വലിയ ഡയറക്ടേഴ്സും സൂപ്പർ സ്റ്റാർ പടങ്ങളുമായിരുന്നു. എന്നാ പിന്നെ ഇനിയൊരു പുതിയ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊരു തോന്നൽ. ആ നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് തൻ്റെ മുഖം. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും കാലിബറുള്ള, ഒന്ന് തള്ളിത്തന്നാൽ കയറി വരാൻ സാധ്യതയുള്ള ഒരാൾ താനാണെന്നാണ് എന്റെ റീഡിംഗ്. താനെന്തോ പന്തം കണ്ട പെരിച്ചായ പോലെ നോക്കിയിരിക്കണം. അല്ല സാർ, എനിക്കിപ്പോഴും ആ സർപ്രൈസ് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. എന്നെ തേടി ഒരു നിർമ്മാതാവ് വീട്ടിൽ വരിക, അതും സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള്, അതിന്റെ ഒരു നടുക്കവും സന്തോഷവും അത് വളരെ വലുതാ സാർ. താൻ സന്തോഷിക്കാൻ വരട്ടെ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് തന്റെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം. കഥയാണ് നായകനെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. സ്ക്രിപ്റ്റ് നോക്കും, എന്നിട്ടേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവൂ. ആ കാര്യത്തിൽ എൻ്റെ പൊന്നുണ്ണി ഞാനൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അതെ,
കഥ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലേ? അകത്ത് ആ, ഇവിടെ തന്നെ പോരെ? ധൈര്യമായിട്ട് തുടങ്ങിക്കോ. പറ. കുറച്ച് വേണം. തൽക്കാലം സിനിമ കിട്ടിയിരിക്കുന്ന പേര് സീൻ 1 നമ്മുടെ വീട് എന്നാണ്. ആ, ഒരു കൊല്ലനാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഇതില് മറ്റു കഥാപാത്രങ്ങളെ വരുന്നത് ഇയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കഥാപാത്രമാണ്. അവന്റെ പേര് പേര് അച്ഛാ മുനിയൻ. അതെ, മുനിയൻ എന്നാ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അച്ഛനെന്താ പറ്റിയത്? എന്താ ഉണ്ണിയേട്ടാ പറ്റിയേ? പാട്ട് പാടണ പോലെ കണ്ണടച്ച് പറയാറുള്ള കഥയല്ലേ. ഓർഡർ ആകെ തെറ്റിച്ചു. എന്താ പറ്റിയേ? എനിക്കറിയില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നൊരവസരം, ഒരുപക്ഷെ അവസാനത്തെ ചാൻസ്, അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആദി. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക. സാരമില്ല ഉണ്ണി, ഉണ്ണി, വളരെ മോശമായിട്ടാണ് ഉണ്ണി കഥ പറഞ്ഞത്. ടോട്ടലി ഡിസോർഡർ. എങ്കിലും അതിലെ കണ്ടന്റ്, ആ തോട്ട് പുതിയതാണ്, റെലവൻ്റ് ആണ്. അതെനിക്കിഷ്ടപ്പെട്ടു. എടാ, നമ്മൾ ഈ പടം ചെയ്യുന്നു. ഇത് ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. ഐശ്വര്യമായിട്ട് മേടിച്ചോ.